വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്നിതാ ഒരു വെറൈറ്റി ആയിട്ട് നമ്മളെ കൂണില്ലേ, കൂണ് വെച്ചിട്ട് നല്ല മഷ്റൂം മട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതാ കൂണ് ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ ചുടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഇതാ അരമണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പിന്നെ നല്ല ജീരകമില്ലേ, ഒരു 1.5 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ഇട്ടതാ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തതാ നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോൾ ഇതാ നന്നായിട്ട് ചെറിയ ജീരകം പൊട്ടി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളിതാ ബേ ലീഫും പിന്നെ കറാമ്പട്ട ഏലക്കായ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളൊരു വലിയൊരു സവാള 1-2 സവാള എടുത്ത് ചെറുതായിട്ട് കട്ടാക്കി എടുക്കുക. ഇതുപോലെ അതിനുശേഷം ഇതിൽ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതാ വലിയുള്ളിക്ക് നന്നായിട്ട് വാടി വരണം കേട്ടോ. അപ്പോൾ അതൊരു ഗോൾഡൻ കളർ ബ്രൗൺ നിറമാവുമ്പോൾ വലിയുള്ളി നന്നായി വാടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം വാട്ടിയെടുക്കുക കേട്ടോ. അത് നന്നായി വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ നന്നായി വാടി വരുമ്പോൾ അതിനുശേഷം ഒരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വാട്ടി ഒന്ന് വെന്ത് വരുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മുടെ ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് അങ്ങ് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് ഞാൻ മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ്, 1/2 ടേബിൾ സ്പൂണോളം തന്നെ മുളക് പൊടി, പിന്നെ ഒരു അല്പം 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് വാട്ടിയതിന് ശേഷം മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സി ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കറക്കി പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ മിക്സി ജാറിൽ അരച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു 1/4 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിലിട്ട് ഒന്ന് തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ജസ്റ്റ് ഒന്ന് തിളക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂണതിലേക്ക് ചേർത്ത് ഒരു അരമണിക്കൂറോളം തന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ കൂണൊക്കെ നന്നായി വെന്ത് വരും. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂണോളം തന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രാമിൻ്റെ എങ്ങാനും കട്ടയൊക്കെ ഒരു ബട്ടർ ഒരു 3 ടേബിൾ സ്പൂണോളം തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് കൂണ് ഇനി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ഇട്ടതിന് ശേഷം കൂണിട്ടതിന് ശേഷം നമുക്ക് കുക്കറിൽ 1 വിസിലോ 2 വിസിലോ വെച്ച് വേവിച്ചെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അരമണിക്കൂറോളം അടച്ച് വെച്ച് വേവിച്ചെടുത്തു. അതിനുശേഷം ബട്ടറും ചേർത്ത് കൊടുത്തു, കസൂരി മേത്തിയും ഇട്ട് കൊടുത്തു. നമ്മുടെ ഉലുവാപ്പൊടിയില്ലേ, കസൂരി മേത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റോളം ചെറിയ തിളയിൽ ഒന്ന് വേവിച്ചെടുത്തു. അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രഷ് ക്രീമില്ലേ അതും അങ്ങ് ചേർത്ത് കൊടുത്തു. ഫ്രഷ് ക്രീം അതേപോലെ തന്നെ ഒരു 1/2 കപ്പോളം ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ ഒന്ന് തൂക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മഷ്റൂം മട്ടർ മസാല റെഡി. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻസ്റ്റയിലും എല്ലാം ഒന്ന് പെട്ടെന്ന് എളുപ്പത്തിലൊക്കെ തയ്യാറാക്കാം. നമ്മളെ ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്കും ബീഫ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് വെജിറ്റേറിയൻസിനാണെങ്കിലും ഒക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെയും സൈനിങ് ഔട്ട് അസ്നാ സക്കീർ.